ചാർജ് എടുത്തോ? സർ. ഇരിക്കെ. നല്ല ദിവസവും നേരമൊക്കെ നോക്കിയാണോ ചാർജ് എടുക്കാൻ വന്നത്? സർ. അമ്പലത്തിൽ പോയോ? പോയി. ഇത് നിങ്ങളുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണോ? സർ. അത്രയും നല്ലത്. ഗോപി, ഒന്നിങ്ങോട്ട് വരൂ. പ്രൊബേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ സെക്ഷനിലും ഒരു രണ്ടാഴ്ച വീതം ട്രെയിനിങ് ഉണ്ടാവും. പ്രൊബേഷൻ തീരുന്നത് വരെ മാസം 1500 രൂപ തരും. സർ. പ്രൊബേഷൻ തീർന്ന് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും കപ്പാസിറ്റിയും നോക്കിയിട്ട് ഏതെങ്കിലും ബ്രാഞ്ചിലോ സെക്ഷനിലോ പോസ്റ്റ് ചെയ്യും. ശമ്പളവും നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും നോക്കിയായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അന്നത്തെ മദ്രാസ് ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയൊരു പയ്യൻ, എ കന്നഡ ബോയ്, രാമകൃഷ്ണ. അവൻ പോയതുകൊണ്ടാണ് ഇപ്പൊ ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാർഡ് അയച്ചത് അല്ലേ? അവനെ ഞാൻ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ആദ്യം ഫിക്സ് ചെയ്യുന്ന 3000 രൂപയ്ക്ക്. സർവീസിലിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ മൈ മാർക്കറ്റിംഗ് മാനേജർ ഇൻ അനദർ 1 ഇയർ. അല്ലേ ഗോപി? അതെ, ഓൾ ഫെയ്റ്റ്. അവനൊരു മോട്ടോർ ബൈക്ക് ആക്സിഡന്റ് മരിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം. അവന്റെ കസേരയിൽ ആ വിശ്വാസൻ ഇരിക്കുന്നത്. പേടിയുണ്ടോ? ഇല്ല, ഈ സിറ്റിയിലായതിൻ്റെ ഒരു പേടിയുള്ളൂ. എന്താ ഈ സിറ്റിയില്? അല്ല, ഇവിടെ ഒരുപാട് ട്രാഫിക് അപകടങ്ങള്. സൂക്ഷിച്ചാ മതി. വണ്ടിയുണ്ടോ? ഇല്ല. അവനും ഇവിടെ വന്നിട്ട് വാങ്ങുകയായിരുന്നു. ആ, വണ്ടി എടുത്താലും വെള്ളം അടിച്ചോണ്ട് ഓടിക്കായിരുന്നാ മതി. ഇപ്പൊ നിങ്ങള് ഗോപുരുടെ ചെല്ല്. ഹി വിൽ ഇൻട്രൊഡ്യൂസ് യു ടു ദ സ്റ്റാഫ്. സർട്ടിഫിക്കറ്റ്സും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തേക്കാൻ ആ ഹെഡ് ക്ലർക്കിനോട് പറയും. സർ. താങ്ക് യു സർ. ആ, ഇവിടെ ഒരു ഒപ്പിടൂ. പേരെഴുതണോ? വേണ്ട. ഞാൻ ഈ പുള്ളിയെ പറ്റി കേട്ടിട്ടുണ്ട്. കാശുണ്ടാക്കുന്ന കാര്യത്തിൽ മിടുക്കന. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കൊരുത്തൻ ഇത്രയിടത്ത് ബ്രാഞ്ചും. അയ്യോ, ബ്രാഞ്ചിന്റെ എണ്ണം കണ്ട് വരലല്ലേ. എന്റെ ഉപ്പാപ്പനൊരു ഭയങ്കര തട്ടിപ്പുകാരനുണ്ട്. അങ്ങയുടെ ഒരു കൺസേണിന് ലെറ്റർ പാഡിൽ 21 ബ്രാഞ്ചാ, ലോകം മുഴുവൻ. അല്ല, എം ഡി അങ്ങനല്ല, ഈ സോളിഡ്. എം ഡി എന്നുള്ള അങ്ങേരെ പേരാ. മോഹൻദാസ് എന്നാ പുള്ളിയുടെ പേര്, അതാ എം ഡി. എല്ലാരും എം ഡി എന്നാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു മാനേജിംഗ് ഡയറക്ടർ എന്നുള്ളതിന്റെ. അല്ല, പുള്ളി എങ്ങനെയാ, സ്വല്പ കോടിയാണ്. എന്തോ സ്റ്റാഫിൽ പെമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ, 4-5 പേരെ കണ്ടു. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒന്നിനെയും കേറി പ്രേമിച്ചു കളയരുത്. ഒക്കെ അങ്ങേരെ പെറ്റ്സ് ആയിരിക്കും. ജോലി പോവും. എല്ലാരും നിങ്ങളെ പോലെയെന്ന വിചാരം. അപ്പൊ താമസം? മുറിയെടുത്തു. തരക്കേടില്ല, വാടകയും കുറവാ. ഓഫീസിന് അല്പം ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. എവിടാ? ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോം. ഏഞ്ചൽ കിങ്, കുഴപ്പമില്ല. അപ്പൊ ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും സുഖമായി എന്ന് പറഞ്ഞാൽ മതിയല്ലേ? സുഖമൊക്കെ തന്നെ. പിന്നെ ഈ സിറ്റിയിലായതിന്റെ ഒരു മറ്റവൻ പ്രശ്നമല്ലോ ഉണ്ടായോ? ഏയ്, ഈ ഒരാഴ്ചക്കുള്ളൊന്നുമില്ല. എന്നാലും അന്നത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ ഒരു കിടിലം അല്ലേ? പുള്ളി സ്ഥലത്തേക്കുണ്ടോ? ഉണ്ടാവണം, പക്ഷെ ഈയിടെ അങ്ങനെ തല പൊക്കുന്നില്ല. ഒരു 3 മാസം മുമ്പ് റെയിൽവേ ട്രാക്കിനടുത്തുനിന്ന് ഒരു ബോഡി കിട്ടി. അവനാണോ? അല്ല, അവന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരുത്തന്റെ ആന്നാ പറയുന്നത്. തട്ടിയതാ, തട്ടിയിട്ട് കൊണ്ട് ഇട്ടതാ. അവൻ തട്ടിയതാണോ? ആകാം. ചിലപ്പോ അവന്റെ ശത്രുക്കൾ ചെയ്താകാം, അവനെ കിട്ടാത്ത വാശിക്ക്. ഈശ്വര. അതെ, ആ, ആളെ അയക്കാം. അത് മതിയല്ലോ. ശരി ശരി, ഓക്കെ.
റിപ്ലൈ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഹീസ് എ ഡിറ്റർജന്റ്. പ്രിപ്പയർ ചെയ്തു. ദാ ഈ ഫുള്ളറി ആരും അറിയണ്ട. ഇത് എന്നെയല്ല MD കാണിക്കേണ്ടത്. ഗോ. അമ്പിളി സാർ എഴുന്നേൽക്കാണോ? എന്നാ നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ ജനലിൽ നിന്നുള്ള കാറ്റും കൂടെ കിട്ടും. ഇന്നത്തെ ആ ചമ്മൽ ആരെങ്കിലും അറിഞ്ഞിരുന്നേൽ ആകെ നാറിപ്പോയനെ. MD അറിയാൻ ഞാൻ നന്നായി. അറിഞ്ഞാൽ ചിലപ്പോ പ്രൊബേഷൻ ഇന്നുകൊണ്ട് അവസാനിച്ചേനെ. ഓഫീസർ കാണേണ്ട കോൺഫിഡൻഷ്യൽ ലെറ്റർ സ്റ്റെനോയെ കൊണ്ട് കാണിക്കുന്ന അയാളിനെ അങ്ങനെ പിന്നെ വെച്ചോണ്ടിരിക്കോ? ഹീസ് എ ഷൂഡ് മാൻ, വെരി ഷൂഡ്. ആരുടെയോ ഗുരുത്വം. ഏതായാലും ആ ലെറ്ററിന്റെ ഡ്രാഫ്റ്റിംഗ് കണ്ട് MD മലന്നിരിക്കുക. ആണോ? അതെ. അത് എന്ത് പെട്ടെന്ന് അത് ഡ്രാഫ്റ്റ് ചെയ്തത്? പുള്ളി അത് തന്നെ പറഞ്ഞു. അത് പിന്നെ അമ്പിളിയെ കാണിക്കണ്ടെന്ന് വിചാരിച്ച് അന്നേരത്തെ സ്പീഡിന് ചോറാറും എടുത്തോണ്ട് വെച്ചിട്ട് നേരം കുറയായി. ഇനി ഇരുന്നാല് ഇന്ന് നല്ല തൈര് കിട്ടി. പാട്ടയല്ല, പിന്നെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പാല് കൊണ്ട് കൊടുത്ത് ഉറവിപ്പിച്ചതാ. പാട്ടാ വയറിന് കേടാ. ദാമോദരൻ വീട്ടിൽ എത്ര പശുണ്ട്? പശു വന്നേ ഉള്ളൂ. എരുമയുണ്ട്, 3 എരുമ. 3? പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഇന്നെനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി. അതിൽ നിന്ന് 300 രൂപ അങ്ങോട്ട് അയക്കുന്നു. 100 രൂപ അമ്പലത്തിൽ കൊടുക്കണം, എൻ്റെ നേർച്ചയാണ്. 250 രൂപ ശാപ്പാട് കഴിക്കുന്ന ഹോട്ടലിൽ കൊടുത്തു. 280 രൂപ മുറിവാടകയായി. ഡോബിക്കും മറ്റുമായി 75 രൂപ പോയി. പിന്നെ ഒരു ടേബിൾ ഫാനും ചില്ലറ സ്റ്റീൽ ഫർണിച്ചറും വാങ്ങാനായി ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ ചേർന്നു. ആ വകയിൽ 200 രൂപ അടച്ചു. ബാക്കി രൂപ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഓഫീസിൽ MDക്ക് എന്നെ വലിയ കാര്യമാണ്. ചിലപ്പോൾ പ്രൊബേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ പെർമനൻ്റ് ആക്കിയേക്കും എന്നുവരെ ഓഫീസിൽ സംസാരമുണ്ട്. അവിടെ സിന്ധുവിനെ പ്രത്യേകം അന്വേഷിച്ചതായി പറയണം. അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലല്ലോ. മറുപടി അയക്കണം. ശേഷം അടുത്ത കത്തിൽ. കണ്ടിട്ട് അറ്റൻഡൻസ് സൈൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എന്താ അമ്പിളി ഇത്ര വൈകിയത്? Come in. (10:30) മുതൽ ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയാണ്. സോറി, ബസ് ലേറ്റായി. That's not an excuse. ബസ് കിട്ടിയില്ലേ ഓട്ടോ പിടിച്ചു വരണം. ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടന്നു വരണം. ഈ മാസം ആരും അധികം ലീവ് എടുക്കരുതെന്ന് സർക്കുലർ ഇറക്കുക തന്നെ അത്ര കണ്ട് വർക്കുള്ളത് കൊണ്ടാ.
അത് മനസ്സിലാക്കാതെ വൈകി ഓഫീസിലെത്തുന്നവരെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് നീഡ് സച്ച് പീപ്പിൾ. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ അക്കാരി എഴുതി തന്നിട്ട് സ്ഥലം വിട്ടേര്. ഐ എം സോറി സർ. ഡോണ്ട് ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ്. ഇല്ല സർ. പോയിക്കോളൂ. Come on, let's proceed. സ്വീറ്റ് ഹാർട്ട് കരഞ്ഞോണ്ട് പുറത്തേക്ക് പോണത് കണ്ടു. സ്ഥലം വിട്ടിരിക്കില്ല, ബാഗ് അവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഒരു മുൻചുണ്ടിക്കാരനാ. പിന്നെ എന്റെ അടുത്ത് കളിയും കൊണ്ട് വന്നാലുണ്ടല്ലോ. മതി കളിയും തമാശയൊക്കെ. വൃത്തിയായിട്ട റാസ്കൽ. താനിങ്ങനെ മിടുക്കനാവും മറ്റും വേണ്ട. ഞാൻ ഇപ്പൊ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ടെൽ മൈ ബ്രദർ ആൻഡ് ഫാദർ. എന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? എന്താ സംഭവം? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? താനിപ്പോ ഓട്ടോറിക്ഷ വെച്ച് എന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്തേ? നിങ്ങൾ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് തന്നെ ഞാൻ പോലീസിന് എഴുതി കൊടുക്കും. എന്നത്തെ കാര്യമായി പറയുന്നത്? ഇന്ന്, ഇപ്പോ, ഒരു മണിക്കൂറിന് മുമ്പ്. ഒന്നും അറിഞ്ഞൂടല്ലേ? നിങ്ങൾ ഈ പറയുന്ന സംഭവം ഒരു മണിക്കൂർ മുമ്പാന്നല്ലേ പറഞ്ഞത്? ദാറ്റ് മീൻസ് 11. 11 അല്ല, 11 ആയപ്പോഴത്തേക്കും ഞാൻ ഓട്ടോയിൽ നിന്ന് ചാടി. 10:30. ഓക്കെ, നിങ്ങൾ പോയി എംഡിയോട് ചോദിക്കൂ ഞാൻ ഇന്ന് രാവിലെ എത്ര മണി മുതൽ ആ റൂമിലുണ്ടെന്ന്. 9:30 മുതൽ ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുക. ഇപ്പോഴാണ് ഇറങ്ങിയത്. പോയി ചോദിക്ക്. വെറുതെ സംശയങ്ങൾ വെച്ചോണ്ടിരിക്കണ്ട. എന്നെ കൊണ്ട് വയ്യ അങ്ങനോട് പോയി ചോദിക്കാൻ. എന്നാ പിന്നെ വേറെ ആരോട് വേണേ ചോദിക്ക്. എട്ലാർക്കോട് ചോദിക്ക്, അല്ലെ മഞ്ജുവിനോട് ചോദിക്ക്. മഞ്ജു പറഞ്ഞ വിശ്വാസമാവുമല്ലോ. ഞാൻ വരുമ്പോ 9:30. അപ്പൊ വിശ്വനാഥൻ സീറ്റിലുണ്ട്. അതിനു മുമ്പേ വന്നു. ഞാനൊരു 9:15 എത്തുമ്പോഴേ അയാൾ ഇവിടെ ഉണ്ട്. എന്താ അമ്പിളി? MD ഒരു 9:45 വന്നു. അപ്പൊ മുതൽ പുള്ളി MDയുടെ റൂമിലാ. എന്തോ ടാക്സിന്റെ പ്രോബ്ലാ. പിന്നെ ഇപ്പോഴാ ക്യാബിന് പുറത്തു വരുന്നത്. എന്താ കുട്ടി സംഗതി? കാര്യം പറ. ആണോ? അല്ല, ആ കൈയുടെ റിസ്റ്റ് ഞാൻ കടിച്ചു മുറിച്ചതാ. മുറിഞ്ഞ ചോര വരുന്നത് ഞാൻ കണ്ടതാ. അത് ഞാനല്ല. പിന്നെ ഉത്തമൻ, സുഗുൺ കുമാർ, ജോസഫ്, സന്തോഷ്, സുബ്രഹ്മണ്യം, ലത്തീഫ്, എന്നെ പോലിരിക്കുന്ന വേറൊരുത്തൻ. എനിക്കാളെ മനസ്സിലായി. അത് പിന്നെ പറയാം. ഇന്നെന്താ ഉണ്ടായത്? 9:15 ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു. 9:30 മുമ്പ് നിങ്ങൾ അവിടെ വന്നു. ഞാനല്ല, അവൻ. അതെ, അവൻ വന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ചു. അമ്പിളി അങ്ങോട്ട് കയറി സംസാരിച്ചാണോ? അതെ, നിങ്ങൾ എന്നെ കണ്ടില്ല. ഞാനല്ല. സോറി, അവൻ. 9:30 ബസ് നിർത്താതെ പോയി. അന്നേരം അവൻ പറഞ്ഞു ഓട്ടോ എടുക്കാമെന്ന്. ഓട്ടോയുടെ കൂലി ഷെയർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ കയറി. ഡ്രൈവർക്ക് വഴി മാറി മാറി പറഞ്ഞു കൊടുത്തപ്പോഴാണ് എനിക്ക് ഉദ്ദേശം മനസ്സിലായത്. ഡ്രൈവർ അവൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല. ചാടാൻ നോക്കിയിട്ട് അത് സമ്മതിച്ചില്ല. പിടിയും വലിയായി. ഫിസിക്കലായിട്ട് ഓവർകം ചെയ്യാനുള്ള ഡർട്ടി ശ്രമങ്ങൾ. ഒടുവിൽ ഒരു ലോറി കുറുകെ വന്ന് ചാടി ഓട്ടോയുടെ സ്പീഡ് കുറഞ്ഞപ്പോൾ ഞാനൊരു വിധത്തിൽ പറിച്ചു ചാടി. ആള് കൂടാൻ തുടങ്ങുന്നു തോന്നിയിട്ടായിരിക്കും അവ സ്ഥലം വിട്ടു. ഞാൻ പിന്നെ അവിടുന്ന് വേറെ വണ്ടി പിടിച്ച്. അമ്പിളി അവനെങ്ങനെ അഡ്രസ് ചെയ്ത്? പേര് വിളിച്ച്. എങ്ങനെ? വിശ്വനാഥൻ എന്ന് പറയുമ്പോ അവന് മനസ്സിലായിരിക്കുന്നു അവനെ പോലെ ഒരു വിശ്വനാഥനുണ്ടെന്ന്. എന്റെ പേരും അവനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതെ, നൗ യു ഹാവ് ടു ബി ഡബിളി കെയർഫുൾ. എന്തായിരുന്നു വേഷം? അത് ചോദിച്ചോ? ചോദിച്ചു. ബ്ലാക്ക് ഷർട്ടും ജീൻസും. ബ്ലാക്ക് ഷർട്ടും ജീൻസും. അവനെ മിക്കവരും ഇതുമാതിരി കടും നിറത്തിലുള്ള വേഷങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. ഐദർ ബ്ലാക്ക് ഓർ റെഡ് ഓർ ബ്രൗൺ. ആ, വന്നു വീഴും. ഏതായാലും ആ പെണ്ണിന് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡിൽ എങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ടോ? സഹതാപം കൂടിയിട്ടുണ്ട് എന്റെ പ്ലൈറ്റ് കേട്ടിട്ട്. ഈ സഹതാപം കൂടുക എന്ന് പറയുന്നത് തന്നെയാണ് അനുരാഗം കൂടുക എന്ന് പറയുന്നത്. ഷേ, പാവം കുട്ടി. ഏതായാലും ആ കൊച്ചിന് ഇനി ആള് മാറി പോവാതിരിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യും. ഒരു പച്ച കുത്ത്. അതും അവളെ മാത്രം കാണിച്ചു കൊടുക്കാൻ പാകത്തിൽ
ആരും കാണാത്ത എവിടെയെങ്കിലും കാച്ച്. എവിടെ മതി ദാ വന്നു. ഉടുക്കുമ്പോ എങ്ങനെയുണ്ടെന്ന് കണ്ടാ മതി, അല്ലാതെ വലിയ അണിഞ്ഞൊരുങ്ങൊന്നും വേണ്ട. ദാ വരുന്നേ. കൊള്ളാം, നല്ല കളറ്. കൊള്ളാവോ? സാരി കൊള്ളാം. ഇപ്പൊ ഇതൊന്നും വാങ്ങാൻ നിൽക്കണ്ടായിരുന്നു. പെർമനന്റ് ആയിട്ട് മതിയായിരുന്നു ഇതൊക്കെ. അച്ഛന്റെ വിചാരം ഞാൻ പുള്ളിക്ക് മാത്രം ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നാ. കൊണ്ടുവന്നിട്ടുണ്ടോ? സന്ധ്യ ആവട്ടെ, എടുത്തു കൊടുക്കാം. ചേട്ടാ നേര് പറ, ഈ സാരി ആര് സെലക്ട് ചെയ്ത് തന്നതാ? ചേട്ടൻ ഏതായാലും ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്താനൊന്നും വളർന്നിട്ടില്ല. ഏതോ നല്ല ടേസ്റ്റ് ഉള്ള പെമ്പിള്ളേര് സെലക്ട് ചെയ്ത് തന്നല്ലോ ഇത്. ഉള്ളത് പറ. അതെ. ആരാ പെണ്ണ്? പെണ്ണ് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നൊരു പെണ്ണ്. പേര് അമ്പിളി. കല്യാണം കഴിച്ചാണോ? അല്ല. സുന്ദരിയാണോ? അതെ. എവിടുത്തെ കാര്യ? അവിടുത്തെ ഏരിയ തന്നെയാ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ അഡ്വക്കേറ്റാ. ഒരു ചേട്ടനുള്ളത് അഡ്വക്കേറ്റാ. വേറെ പ്രാരാബ്ദമൊന്നുമില്ല. ജാതി? നമ്മുടെ ജാതി. അമ്മേ കേട്ടോ ഇത്? ഓ, അതിനിപ്പോ എന്താ, ടൗണിലാവുമ്പോ അങ്ങനെയൊക്കെയാ. തുണി എടുത്തു കൊടുത്തെന്നും കൂടെ സിനിമയ്ക്ക് പോയെന്നും ഒക്കെ ഇരിക്കും. അവിടെയുള്ള പെമ്പിളർക്ക് അതൊന്നൊരു ദൂഷ്യമല്ല. ശരിക്കും കൊളുത്തി കിടക്കാണോ? ആ. അയ്യേ.